ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദ്രോഗവും ഉദ്ധാരണശേഷിക്കുറവും തമ്മിലുള്ള ബന്ധമാണ്. ഒരു ഉദ്ധാരണക്കുറവ് വരുമ്പോൾ ജനങ്ങൾ സാധാരണ ചിന്തിക്കാറുണ്ട്, എല്ലാവർക്കും പ്രായമായി കഴിയുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്, ഇതിന് വലിയ കഥയൊന്നുമില്ല, അതെന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കാറുണ്ട്. പലപ്പോഴും സ്ത്രീകളും പറയാറുണ്ട്, പ്രായമായില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും രാമനാമവും ജപിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയും മറ്റുള്ള ആത്മീയ കാര്യങ്ങളുമായിട്ടും കഴിഞ്ഞുകൂടിയാൽ പോരെ, ഇതെത്ര അത്യാവശ്യമുള്ളതാണോ, നമുക്ക് കുട്ടികളൊക്കെ ആയി, അവർ ചെറുമക്കളുമായി, ഇനി എന്തിന്? ആ ഒരു ചിന്താഗതി തെറ്റാണ്. കാരണം 80-90 വയസ്സായാലും ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ലൈംഗിക ശേഷി നന്നായി തന്നെ നിലനിൽക്കും. ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ചെറിയ ഒരു കുറവ് ആ ശേഷിയിൽ വന്നാലും അവർക്ക് ഒരു നോർമലായ രീതിയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഇടപെടാനും അത് ആസ്വദിക്കുവാനും കഴിയും. പക്ഷേ ഉദ്ധാരണശേഷിക്കുറവ് ചിലപ്പോൾ വരാനിരിക്കുന്ന മറ്റു പല രോഗങ്ങളുടെയും ഒരു സൂചനയാകാം. ഉദാഹരണത്തിന്, ലിംഗത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളുടെ വലിപ്പം, അതായത് പെനയൽ ആർട്ടറി അല്ലെങ്കിൽ കാവർണസ് ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലിൻ്റെ വലിപ്പം ഏകദേശം 1 മില്ലിമീറ്ററാണ്. ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന കുഴലെന്ന് പറയുന്നത് 3 മുതൽ 4 വരെ മില്ലിമീറ്റർ വ്യാസമുള്ളതാണ്. അപ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴൽ അടയുമ്പോൾ ആദ്യമായിട്ട് ചെറിയ കുഴലുകളാണ് അടയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഉദ്ധാരണക്കുറവ് വരികയും പിൽക്കാലത്ത് വലിയ കുഴലടയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ കുഴലാണെങ്കിൽ അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിലെങ്കിലും മൈൽഡ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത 25% കൂടുതലാണ്. 45 വയസ്സിന് ശേഷം പ്രായമുള്ളവരിൽ ഉദ്ധാരണക്കുറവുള്ള രോഗികളിൽ നടത്തിയ പഠനത്തിൽ ഉദ്ധാരണക്കുറവില്ലാത്തവരെ അപേക്ഷിച്ച് ഉദ്ധാരണക്കുറവുള്ളവരിൽ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് 50% കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രോഗികളിൽ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിൽ കണ്ടത് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളവരിൽ 100-ൽ 66 പേർക്കും അല്ലെങ്കിൽ 66% രോഗികൾക്കും അറ്റാക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഏകദേശം 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഉദ്ധാരണക്കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്ധാരണക്കുറവ് വരുമ്പോൾ കേവലം നിസ്സാരമായി നമ്മൾ തള്ളിക്കളയരുത്. അതിനുവേണ്ട പരിശോധനകൾ നടത്തണം. അതിന് കാരണം എന്താണ് എന്ന് മനസ്സിലാക്കണം. പല കാരണങ്ങളുമാകാം. ഈ പറഞ്ഞതുപോലെ ലിംഗത്തിലെ രക്തക്കുഴലിൽ അടവ് വന്നതുകൊണ്ടാവാം, ബ്ലഡ് ലീക്കായി പോകുന്നതുകൊണ്ടാവാം, ചിലപ്പോൾ പ്രമേഹം കൂടിയത് കൊണ്ടാവാം, പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടാവാം, കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളാവാം, അങ്ങനെ അനവധി കാരണങ്ങളുണ്ടാകാം. എന്തു തന്നെയാണെങ്കിലും ഉദ്ധാരണശേഷിക്കുറവിനെ ഒരിക്കലും നിസ്സാരമായി തള്ളി അവഗണിച്ച് കളയരുത്. അങ്ങനെയൊന്നും ഉണ്ടായാൽ അതിന് വേണ്ട പരിശോധനകൾ നടത്തി ചികിത്സ തേടേണ്ടതാണ്. ഇനി ഒരാൾക്കത് ചികിത്സിക്കാൻ താല്പര്യമില്ല, ഇനി ലൈംഗിക ജീവിതമൊന്നും വേണ്ട, എനിക്ക് വയസ്സ് 70 അല്ലെ 60, അതുകൊണ്ടത് വേണ്ട, നിർത്തിക്കോട്ടെ. പക്ഷേ ഇതിന് പിന്നിലുള്ള കാരണം കണ്ടെത്തി പരിശോധിക്കുന്നത് നമ്മളുടെ ആ വ്യക്തിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ അതിന് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ശാരീരികാരോഗ്യത്തിൻ്റെ ഒരു സൂചന കൂടിയാണ് ഉദ്ധാരണക്കുറവിലൂടെ പുറത്തു വരുന്നത്.